My dear friends, welcome back to trade4living. trade4livingന്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് സ്വിംഗ് സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും മികച്ച സപ്പോർട്ട് നിൽക്കുവാണ്. ഒന്നിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫെബ്രുവരി 13 ആണ്. തീർച്ചയായിട്ടും റിസൾട്ട് കൂടെ നല്ലതാണെങ്കിൽ ഒരു 15 to 20% വരെ റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയേക്കാം. അതുപോലെ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനിയാണ്. അതും ഒരു മികച്ച ഒരു കറക്ഷന് ശേഷം മികച്ച ഒരു സപ്പോർട്ട് നിൽക്കുകയാണ്. അത്യാവശ്യം റിസൾട്ടും തെറ്റില്ലാത്ത റിസൾട്ടും ഉണ്ട്. അതും ഒരു 10 to 15% വരെ ഒരു അപ്സൈഡിന് സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കിലോട്ട് പോകാം. നമ്മുടെ സ്റ്റോക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് നന്നായിട്ട് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പല സ്റ്റോക്കുകളും മികച്ച സപ്പോർട്ട് സോണിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏഞ്ചലിൻ്റെയോ അപ്സ്റ്റോക്സിൻ്റെയോ അല്ലെങ്കിൽ സെറോധയുടെയോ അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്നെ പിങ് ചെയ്യാം. ഞാനിവിടെ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രേഡർ ശ്രീ എന്ന ടെലിഗ്രാം ഐ ഡിയിൽ പിങ് ചെയ്താൽ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് NLCIND ലിമിറ്റഡ് ആണ്. വീക്ക്ലി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മികച്ച സപ്പോർട്ട് നിൽക്കുകയാണ്. ആൾമോസ്റ്റ് ഒരു 72 റേഞ്ച് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ലെവൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കൊരു 67 അല്ലെങ്കിൽ 66 റേഞ്ച് കിട്ടിയാൽ ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ആവറേജ് ചെയ്യാം. എന്നാലൊരു 63 ഒരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് അത്യാവശ്യം റെഡി ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്കൊരു 88 അല്ലെങ്കിൽ 90 ലെവൽ വരെ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ട് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഹയർ ഹൈയും അല്ലെങ്കിൽ ഹയർ ലോയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കിയാലും ഒരു ഹയർ ഹൈ തന്നെയാണ് ഇവിടുന്ന് മേളിലോട്ട് പോകുന്ന ഓരോ പോയിന്റിലും ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി 13 ആണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഫെബ്രുവരി 13 ആണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് ഈ അദാനി കൊടുങ്കാറ്റിൽപ്പെട്ട് മാർക്കറ്റ് ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മാർക്കറ്റ് കുറച്ച് സ്റ്റേബിൾ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 17,900 18,000 ഒക്കെ റീച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു 10 to 15% റിട്ടേൺ ഈ ഒരു ലെവലിൽ നിന്നും തരാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വീക്ക്ലി സപ്പോർട്ടാണ്. ഈ രണ്ട് ലെവലിലും ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ലെവലിൽ ആവറേജ് ചെയ്യാം. ഒരു 63 സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് അത്യാവശ്യം റൈഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്കതിൻ്റെ ഒരു ഡെയിലി സപ്പോർട്ട് നോക്കാം. ഡെയിലി സപ്പോർട്ടിൽ അതും അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു റിട്രേസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു 72 73 റേഞ്ചിൽ ഒരു ഫസ്റ്റ് എൻട്രി കൺസിഡർ ചെയ്യാം. ഇനി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾമോസ്റ്റ് 66 അല്ലെങ്കിൽ 67 റേഞ്ചിൽ ഒന്ന് നമുക്ക് രണ്ടാമത്തെ ലെവലിൽ ആഡ് ചെയ്യാം. അവിടെ നിന്ന് തീർച്ചയായിട്ടും മാർക്കറ്റ് നന്നായിട്ട് ക്രാഷ് ആവുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു സപ്പോർട്ടിൻ്റെ ഒരു കേസ് വരുന്നത്. ഒരു 63 താഴെ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലി സപ്പോർട്ടിൽ ഒരു 63 ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാം. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് ചെറിയൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. ജൂൺ 2022 അപേക്ഷിച്ചിട്ട് സെപ്റ്റംബർ 2022 3966 നിന്നും 3579 ആയിട്ട് ഡിപ്പായിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ മികച്ച റിസൾട്ടാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റിസൾട്ട് മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ്സൈഡിന് സാധ്യത കൂടുതലാണ്. അതുപോലെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ LICയും നല്ലൊരു സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 10% മാത്രമേ പബ്ലിക് ഹോൾഡിംഗ് ഉള്ളൂ, 9.79. എല്ലാം കൊണ്ടും അത്യാവശ്യം ഒരു മികച്ച സ്റ്റോക്ക് തന്നെയാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് PE 6.53, ROEയും ROCയും ഇച്ചിരി കുറവാണ്, 10 താഴെയാണ്. സ്റ്റിൽ ഫ്രീ ക്യാഷ് ഫ്ലോ ആൾമോസ്റ്റ് 4678. തീർച്ചയായിട്ടും ലോങ് ടേമിന് വളരെ മികച്ച സ്റ്റോക്കാണ്. എന്നാൽ ഷോർട്ട് ടേമിന് ഒരു പക്ഷേ ഒരു നേരത്തെ പറഞ്ഞ 10 to 15% കിട്ടിയേക്കാം. സ്വിംഗേഴ്സിന് ഒരു 5 to 6% തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുക. അത് 13 റിസൾട്ട്. അതിനു മുമ്പ് അദാനി കൊടുങ്കാറ്റിൽ പെട്ടുകൊള്ളുന്ന നമ്മുടെ നിഫ്റ്റിയുടെ സ്റ്റെബിലിറ്റിയും മറ്റൊരു പ്രധാന ഫാക്ടറാണ്. എന്തായാലും നോക്കി വെച്ചേക്കുക. സേഫ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു 66 ലെവലിൽ കിട്ടുകയാണെങ്കിൽ എടുക്കുക. അത്യാവശ്യം ആംബിഷൻ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ 72 അല്ലെങ്കിൽ 66 ആ ഒരു ലെവലിൽ ആവറേജ്, ആ രണ്ട് ലെവലിൽ കിട്ടുകയാണെങ്കിൽ ആവറേജ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു 80 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക.
ഞാൻ ഈ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഫിൻസർവ് ആണ്. ബ്രോക്കറേജ് ഹൗസൊക്കെ ആൾമോസ്റ്റ് 1600+ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് കൊടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്കറിയാം അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് സ്റ്റോക്ക് തന്നെയാണിത്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2022 അപേക്ഷിച്ചിട്ട് ഡിസംബർ 2022 20,803 നിന്നും 21,755 ആയിട്ട് കൂടിയിട്ടുണ്ട് റവന്യൂവിൽ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7387 നിന്നും 7,831 ആയിട്ട് കൂടിയിട്ടുണ്ട്. അത്യാവശ്യം മികച്ച നമ്പേഴ്സാണ് ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു 5 to 10% അപ്സൈഡ് സാധ്യത ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ഈ പറയുന്ന പോലെ ഈ ഒരു സോണിൽ അത്യാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ഡെയിലി ചാർട്ടാണ്. അത്യാവശ്യം ഒരു മികച്ച ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന 1300 അല്ലെങ്കിൽ 1340 എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു വീക്ക്ലി സപ്പോർട്ട് നോക്കാം. വീക്ക്ലി സപ്പോർട്ടും അത്യാവശ്യം മികച്ച ഒരു റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 1300 അതുപോലെ തന്നെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഒരു 1100 അല്ലെങ്കിൽ 1100 ആ ലെവലിലും ഒരു അക്യുമുലേഷൻ കൂടി നടത്താവുന്നതാണ്. ആ ലെവൽ കിട്ടുമെന്നറിയില്ല. സേഫ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരുപക്ഷെ 1090 അല്ലെങ്കിൽ 1100 വരെ വെയിറ്റ് ചെയ്യുക, നോക്കുക. ഞാൻ പേഴ്സണലി ഒരു 1000 ഈ ഒരു ലെവലിൽ കിട്ടുകയാണെങ്കിൽ, അതായത് 1300 അല്ലെങ്കിൽ 1250 റേഞ്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം എൻട്രി എടുക്കാൻ നോക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. എന്തായാലും വീക്ക്ലി സപ്പോർട്ടിലും അതുപോലെ തന്നെ ഡെയിലി സപ്പോർട്ടിലും ഒരു റിവേഴ്സാണ് കമ്പനി കാണിക്കുന്നത്. അത്യാവശ്യം വീക്ക്ലിയും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലും അത്യാവശ്യം ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മികച്ച റിസൾട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 1050 റേഞ്ചാണ്. അതുപോലെ ഈ ഒരു രണ്ട് ലെവൽ, അതായത് 1100 അതുപോലെ തന്നെ 1300 ഈ രണ്ട് ലെവലിലും അക്യുമുലേറ്റ് ചെയ്താൽ ആൾമോസ്റ്റ് ഒരു 1800 അല്ലെങ്കിൽ 1900 വരെ ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആൾമോസ്റ്റ് 1000 അല്ലെങ്കിൽ 1050 റേഞ്ചിൽ നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. 1050 ക്രോസ് ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും താഴോട്ട് പോകുന്നുള്ള ചാൻസ് കൂടുതലാണ്. സോ 1050 സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ 1300 1100 ഈ ഒരു രണ്ട് ലെവലിലും ആവറേജ് ചെയ്താൽ അത്യാവശ്യം ഒരു 1800 അല്ലെങ്കിൽ 1900 വരെയുള്ള ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക, നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾ എക്സിറ്റ് എടുക്കുകയോ എൻട്രി എടുക്കുകയോ ഒന്നും ചെയ്യരുത്. എന്നാൽ ഇയർലി EPSൽ അത്യാവശ്യം ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഒരു കറക്റ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത്. ആൾമോസ്റ്റ് 1925 നിന്നും ഇവിടെ ഏകദേശം 1999 വരെ അത്യാവശ്യം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മികച്ച ഡെലിവറിയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കമ്പനിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 60.75 ആണ്. അതുപോലെ തന്നെ പബ്ലിക് ഹോൾഡിംഗ് 24.39, FIS 7.51, മ്യൂച്വൽ ഫണ്ട് 4.02, അതേഴ്സ് എന്ന് പറയുന്നത് 3.3 ആണ്. സെപ്റ്റംബർ 2022 അപേക്ഷിച്ചിട്ട് 7.21 നിന്നും 7.51 ആയിട്ട് അതിൻ്റെ സ്റ്റേക്ക് FIS കൂട്ടിയിട്ടുണ്ട്. അതൊരു മികച്ച സൂചനയാണ്. അതുപോലെ തന്നെ DISും 3.85 നിന്നും 4.02 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്പനിയെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലെവലിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 16 അല്ലെങ്കിൽ 1700 ആ ലെവലിലൊക്കെ പോകാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഹൗസൊക്കെ തന്നെ അത്യാവശ്യം മികച്ച റേറ്റിംഗ് കൊടുത്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ @Stock Fund എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ trade4living എന്ന് സെർച്ച് ചെയ്യുക. വല്ലപ്പോഴും സിംഗ് കോഴ്സ് ഞാൻ കൊടുക്കാറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് സ്റ്റഡി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീ മാത്രമേ ഉള്ളൂ.
താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അത്യാവശ്യം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ സ്റ്റഡി കോഴ്സ് കൊടുക്കാറുണ്ട്. ഞങ്ങളത് ട്രാക്ക് ചെയ്യാറുണ്ട്. അത്യാവശ്യം 90%-ലധികം ഒരു സക്സസ് റേറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ബജാജ് ഫിൻസർവും അതുപോലെ തന്നെ NLCIND ലിമിറ്റഡുമാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളെയും കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.